നമസ്കാരം. ഒടുവിൽ ട്രംപ് വിളിച്ചു, മോദി ഇല്ലാതെ എന്ത് സമാധാനം, എന്ത് ചർച്ച. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യക്കെതിരെ ഇത്രയും ഭീഷണി ഉയർത്തിയിട്ടും താരിഫ് ഉയർത്താൻ വേണ്ടി മറ്റ് ലോകരാഷ്ട്രങ്ങളോട് പോലും മുഴുവൻ സമ്മർദ്ദം ചെലുത്തിയിട്ടും കരാർ പിൻവലിക്കുമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടും ഇന്ത്യക്കാരെ പുറത്താക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി അമേരിക്കൻ നിയമവ്യവസ്ഥയിൽ പോലും അഴിച്ചുപണി നടത്താൻ ഒരുമ്പെട്ടിട്ടും ഒടുവിൽ തോറ്റ് തുന്നം പാടി ഒന്നും നടക്കില്ല എന്ന തിരിച്ചറിവിലെത്തി സ്വന്തം നിലപാടിൽ അയവ് വരുത്തിയിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിനെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന തരത്തിലേക്ക്, ഇന്ത്യയുടെ വാക്കുകൾക്ക് ചെവിയോർക്കുന്ന നിലയിലേക്ക്, പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ രാജ്യമെന്ന ലേബലിൽ നിന്ന് വികസന കുതിപ്പ് നടത്തുന്ന രാജ്യമെന്ന പേരിലേക്ക് എത്തിച്ചതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ പരിഷ്കാരങ്ങളും കഴിവും കാര്യപ്രാപ്തിയും കുറച്ചൊന്നുമല്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്ന ലോക സമാധാന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് എത്ര പ്രസക്തിയുണ്ട് എന്ന് മോദിയെ നേരിട്ട് ട്രംപ് തന്നെ ക്ഷണിച്ചതിൽ നിന്ന് വ്യക്തമാണ്. ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്. അതിനൊപ്പമാണ് മോദിയെയും വിളിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി എന്നിവരാണ് മോദിയെ ക്ഷണിച്ചത്. ഇരുവരും സംയുക്തമായി നയിക്കുന്നതാണ് സമ്മേളനം. ശനിയാഴ്ച രാത്രിയാണ് മോദിക്ക് ക്ഷണം ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. നരേന്ദ്രമോദി ഈജിപ്തിലേക്ക് പോകുമോ എന്ന് വ്യക്തമല്ല. നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധിയെ അയച്ചേക്കാം. ഈജിപ്തിലെ ഷർമുൽ ഷൈഖിലാണ് ഉച്ചകോടി നടക്കുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുന്നതിൽ നിർണായകമാകുന്ന ഉച്ചകോടി തിങ്കളാഴ്ച വൈകിട്ടാണ് ആരംഭിക്കുക. അമേരിക്ക, തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ നിരന്തരമായി നടത്തിയ ചർച്ചയാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായത്. വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച നിലവിൽ വന്നു. തിങ്കളാഴ്ചയാണ് ഉച്ചകോടി. കരാറിന്റെ ആദ്യ നടപടികൾ വൈകാതെ ആരംഭിക്കും. അതിനിടെ ഉച്ചകോടിക്കെത്തിയ ഖത്തറിന്റെ പ്രതിനിധികൾ വാഹന അപകടത്തിൽ മരിച്ചു. ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതും നിർണായകമാണ്. ലോകത്തെ പ്രധാന സമാധാന സമ്മേളനമാണ് ഈജിപ്തിൽ നടക്കാൻ പോകുന്നത്. അതിൽ നരേന്ദ്രമോദി പങ്കെടുത്താൽ ചരിത്രത്തിന്റെ ഭാഗമായത് മാറും. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള അവസരവും ഇതുവഴി ലഭിക്കും. ഇന്ത്യക്കെതിരെ 50% ചുങ്കം ചുമത്തിയ ട്രംപ് അടുത്തിടെ നിലപാട് അല്പം മയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈജിപ്തുമായി സഹകരണം ശക്തമാക്കുന്നതും ഇന്ത്യക്ക് നേട്ടമാകുമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. അതുവഴി പശ്ചിമേഷ്യയിൽ സാന്നിധ്യം ശക്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ പലസ്തീനിലെ സമാധാന നീക്കങ്ങൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മോദി നേരിട്ട് പങ്കെടുത്തേക്കാമെന്ന അഭിപ്രായങ്ങളുമുണ്ട്. സ്പെയിൻ, ജപ്പാൻ, അസർബൈജാൻ, അർമേനിയ, ഹംഗറി, എൽ സാൽവദോർ, സൈപ്രസ്, ഗ്രീസ്, ബഹ്റിൻ, കുവൈറ്റ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം സമ്മേളനത്തിലേക്ക് ക്ഷണമുണ്ട്. കഴിഞ്ഞ ദിവസം നിയുക്ത US അംബാസഡർ സെർജിയോ ഗോർ നരേന്ദ്രമോദിയെ ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു. അതും അനുനയ നീക്കവുമായി വിലയിരുത്തപ്പെടുന്നു. ഇസ്രയേൽ ഹമാസ് സമാധാന കരാറിന്റെ ആദ്യ പടിയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം. ഗാസ സിറ്റി, റഫ, ഖാൻ യൂനിസ്, വടക്കൻ ഗസ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. 5 മാർഗങ്ങളിലൂടെ ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തും. ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരായ 2000 പേരെ വിട്ടയക്കും. പകരം ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കും. വൈകാതെ റഫ അതിർത്തി ഈജിപ്ത് തുറക്കുമെന്നാണ് റിപ്പോർട്ട്. ഇനി പാക്കികളുടെയും നെഞ്ചിടിക്കാൻ തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് പോലും മോദിക്ക് മുന്നിൽ നിലപാട് മയപ്പെടുത്തി കീഴടങ്ങാൻ സമ്മതിക്കുമ്പോൾ പാകിസ്ഥാൻ ഒക്കെ ഇനി ഇന്ത്യക്ക് മുന്നിൽ കേവലം പുല്ലിന്റെ വില പോലുമില്ലാത്ത രാജ്യമായി കഴിഞ്ഞു എന്നും ഇനിയും കളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ കത്തിച്ചു ചാമ്പലാക്കുമെന്നും പാക്കികളൊക്കെ ഓർത്താൽ നല്ലത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച